ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ നാളെ സ്കൂൾ ഡേ ആണ്. അതിൻ്റെ പ്രാക്ടീസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരുപാട് ദിവസം അവർ വീട്ടിലും സ്കൂളിലുമൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓരോ സെറ്റ് പിള്ളേരായിട്ട് വന്ന് ഇപ്പോൾ ഇത് കാണിക്കും. ഇത് വെറും പ്രാക്ടീസ് മാത്രമാണ്. ഇതിൻ്റെ റിയൽ ആയിട്ടുള്ളത് നാളെ സ്കൂൾ ഡേ നടക്കുമ്പോൾ എടുത്തിടാം. ഒരിക്കലും ഇത് നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്ത് നോക്കുകയോ ചെയ്യരുത്. കാരണം ഇത് അത്രയും ടീച്ചേഴ്സിൻ്റെയും മാസ്റ്റേഴ്സിൻ്റെയൊക്കെ സപ്പോർട്ടോടെയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് നല്ല പ്രാക്ടീസ് ഉണ്ട്. ഒരിക്കലും നിങ്ങളിത് വീട്ടിൽ ചെയ്യരുത്. ഇവരെല്ലാം 8th സ്റ്റാൻഡേർഡ് ബോയ്സാണ്. കൊച്ചുകുട്ടികളൊന്നും തീരെ ചെയ്യരുത് വീട്ടിൽ. അവർക്ക് അത്രയും പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. 2 ദിവസമാണ് അവർക്ക് ആകെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവരെന്നും ഡെയിലി ചെയ്യുന്നവരാണ്. ഇപ്പം ആ ബോയ് വിശാൽ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി ഇപ്പോൾ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ എൻഡിൽ നിൽക്കുന്ന ഷർജുമോൻ അങ്ങനെ ഇരിക്കാനില്ല. കണ്ടോ, ആ കുട്ടിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റിയത് മറ്റേ കുട്ടിക്ക് ഇരിക്കാൻ കഴിയില്ല. മുട്ട് കുത്തിയിട്ടേ ആ കുട്ടിക്ക് ഇരിക്കാൻ കഴിയുള്ളൂ. കാരണം അത് പ്രാക്ടീസിൻ്റെ കുറവാണ്. അത്രയും പ്രാക്ടീസ് ഉള്ളവർക്ക് ഇങ്ങനെ ഇരിക്കാനും കഴിയുള്ളൂ. അതുകൊണ്ട് ആരും വീട്ടിലിത് ചെയ്ത് നോക്കരുത്. നന്നായിട്ട് ചെയ്യുക പിള്ളേർ. അത്രയും അവരുടെ കഴിഞ്ഞു. അടുത്ത കണ്ടോ, അത് എത്ര നന്നായി ഇറങ്ങി വന്നതുകൊണ്ട് ഇനി അടുത്ത മോൻ കയറും. ഈ മോൻ 7th സ്റ്റാൻഡേർഡിലേ ആയിട്ടുള്ളൂ. ഇതിൽ ഈ കുട്ടിയുടെ തന്നെ വേറൊരു വീഡിയോ ഇതിനകത്ത് ഉണ്ട്. അത്രയും നന്നായിട്ട് ഈ കുട്ടി ചെയ്യും. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യും. ഇതിനത്രയും ഈ കൂടെയുള്ള പിള്ളേരിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ഉള്ളത് ഈ മോനാണ്. അതുകൊണ്ട് ദയവേത് നിങ്ങളാരും വീട്ടിൽ ഇത് ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. കണ്ടോ, അത് ആ മോൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത 2 പേര് വന്നു. ആ മോന് പ്രാക്ടീസ് കുറവാണ് ഇന്ത്യ നിൽക്കുന്നത്. അതുകൊണ്ട് ആ മോനെ അകത്തോട്ട് കയറാനാണ് പറയുക. കാരണം അത്രയും കണ്ടോ, ആ മോൻ്റെ പ്രാക്ടീസ് കുറവ് കൊണ്ടാണ്. അത്രയും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ ആലോചിച്ചുള്ളൂ. അതുകൊണ്ട് വീട്ടിൽ ചെയ്ത് നോക്കാതിരിക്കുക. അഥവാ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഏതെങ്കിലും എൽഡേഴ്സിനെ വച്ചിട്ട് ചെയ്ത് നോക്കാനേ പാടുള്ളൂ. ഒരിക്കലും തനിച്ച് ചെയ്യരുത്. കൈയൊക്കെ നല്ല വേദന വരും. അതുകൊണ്ട് ഒരിക്കലും തനിച്ച് ചെയ്യാൻ പാടില്ല. ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും നിർത്തിയിട്ട് ചെയ്യുക. ഒരിക്കലും തനിച്ച് ചെയ്യരുത്. കണ്ടോ, ഈ മോൻ അത്രയും നന്നായിട്ട്, ആ മോൻ്റെ വീശലൊക്കെ ഭയങ്കര നല്ലതാണ്. അത്രയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണേ. കണ്ടോ, എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യണമെന്നുണ്ടോ. അതുകൊണ്ട് വീട്ടിൽ ഇത് ഇമിറ്റേറ്റ് ചെയ്യരുത്. ഇപ്പം എല്ലാവരും ചുറ്റും നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടി കണ്ടോ, ആ കുട്ടി വീശുന്നതൊക്കെ സ്റ്റൈലും ഉണ്ട്. അത്രയും നന്നായിട്ട് ആ കുട്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആരും വീട്ടിൽ ഇത് ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ.